എബ്രായ ലേഖനം 12-ാം അധ്യായം 10-ാം വാക്യം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളത് തുറന്ന് വായിക്കണം. അവർ കുറച്ചു കാലത്തേക്കും തങ്ങൾക്ക് ബോധിച്ചവണ്ണവും അത്രേ ശിക്ഷിച്ചത്. ആര്? നമ്മുടെ പേരൻസ്. എന്നാൽ കർത്താവ് അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ഈ വചനം ഒന്ന് ധ്യാനിക്കണേ. കർത്താവ് നമ്മെ ശിക്ഷിക്കുമ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ ഒരു ചിത്രമുണ്ട്. അതെന്താണെന്നറിയാമോ? ഹല്ലേലൂയ. നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കണം. സ്വർണ്ണപ്പണിക്കാരൻ സ്വർണം തീയിലിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിത്രമുണ്ട്. ആ ചിത്രം ഈ സ്വർണത്തിൽ തെളിയണം. ആ ഒരു ഇമാജിനേഷനിലാണ് അതിനെ തീയിലിടുന്നതും ചൂളയ്ക്ക് ചൂട് കൊടുക്കുന്നതും പുറത്തെടുക്കുന്നതും ചെറിയ ഉളി കൊണ്ടും ചെറിയ ചുറ്റിക കൊണ്ടും തട്ടി മുട്ടി കൊത്തി പൂളി കീറി മുറിച്ച് അതിമനോഹരമായ മാലയും അതിമനോഹരമായ കമ്മലും അതിമനോഹരമായ വിവാഹമോതിരവും ഉണ്ടാക്കും. അപ്പോൾ തട്ടാന്റെ മനസ്സിൽ ഒരു മാലയുണ്ടായിരുന്നു. അതൊരു രാജ്ഞിയിടേണ്ട മാലയാണ്. ആ ഒരു ഇമാജിനേഷൻ, ആ ഒരു പ്ലാൻ, ആ ഒരു ഭാവന, ആ ഒരു സ്വപ്നം വെച്ചുകൊണ്ടാണ് ഇതിനെ തീയിലോട്ടിടുന്നത്. ആ സ്വപ്നം വെച്ചുകൊണ്ടാണ് ഇതിനെ അടിക്കുന്നത്, മുറിക്കുന്നത്, വീണ്ടും തീയിലിടുന്നത്, വീണ്ടും പോളിഷ് ചെയ്യുന്നത്, വീണ്ടും വെള്ളത്തിൽ മുക്കുന്നത്. സത്യത്തിൽ ഇതെല്ലാം പണിഷ്മെന്റ് അല്ലേ? വാസ്തവത്തിൽ ഇതിനെ ശിക്ഷയെന്നോ ചികിത്സയെന്നോ വിളിക്കാം. ഒരു ഡോക്ടർ ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ട്. ഹാർട്ട് 100% ആരോഗ്യത്തോടെ പ്രവർത്തിക്കുന്നത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഡോക്ടർ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത്. അതിസൂക്ഷ്മമായ ഓപ്പറേഷൻ ചെയ്തിട്ട് ബ്ലോക്കുകൾ മാറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വിഷൻ ഉണ്ട്. ആ വിഷൻ എന്താണ്? ഹെൽത്തി ഹാർട്ട്. ഇതുപോലെ കർത്താവ് നമ്മെ വേദനയുള്ള അനുഭവങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ, സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് നമ്മെ വേദനയുള്ള അനുഭവങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ സംശയിക്കേ വേണ്ട, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കുക. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കുക ആഗ്രഹിച്ചുകൊണ്ടാണ് കർത്താവ് നമ്മെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നത്. ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമാണെങ്കിലും നമ്മൾ കടന്നു പോകുന്ന രോഗം, ദുഃഖം, കഷ്ടം, പ്രയാസം, അതിനെ പരിശോധനയായിട്ടോ ഏതർത്ഥത്തിൽ വേണേലും എടുത്തോളൂ. കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കുക.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കുക. അതിനായിട്ട് നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിശുദ്ധി എന്താണെന്നറിയാമോ? ഏതെങ്കിലും സഭക്കാർ പറയുന്ന വിശുദ്ധിയല്ല. ഞാൻ സഭയുടെ പേര് പറയുന്നില്ല, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട്. ആ സഭക്കാരുടെ വിശുദ്ധി ഈ സഭക്കാരുടെ വിശുദ്ധി അല്ലല്ലല്ലല്ല. ഞാൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.